കുറച്ച് ചിക്കനും ഒരു കപ്പ് പച്ചരിയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയുമായിരിക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. പലഹാരം ഉണ്ടാക്കാനായി നമ്മൾക്ക് ആദ്യം തന്നെ പച്ചരി ഒന്ന് കുതിർത്ത് വെക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിനി നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു 3 മണിക്കൂർ നമ്മൾക്കൊന്ന് കുതിരാൻ വയ്ക്കാം. 3 മണിക്കൂർ കൊണ്ട് തന്നെ പച്ചരി നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം കളഞ്ഞ് നമ്മൾക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇപ്പോ മാവ് നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമ്മൾക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്കൊന്ന് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. മാവ് പൊങ്ങാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് ചിക്കന്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ച് നല്ലവണ്ണം ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാല തയ്യാറാക്കാം. ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ജീരകമാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജീരകം നന്നായി പൊട്ടി വരുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും നന്നായി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നേർമയായി നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോ സവാള നന്നായി വഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല. ബിരിയാണി മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മൈദ മാവ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചെറുതീയിൽ നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോ മസാലയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിൽ മൈദ ചേർത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കി ആ മൈദ മാവൊക്കെ നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ, നല്ലൊരു തിള വരുന്നത് വരെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോ ഗ്രേവിയൊക്കെ നന്നായി കുറുകി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും ഈ ഗ്രേവിയും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോ ചിക്കനും ഗ്രേവിയും ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മളുടെ പലഹാരത്തിനുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട, കുറച്ചൊരു നനവുള്ള രീതിയിൽ വേണം ഈ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് തണുക്കാനായി നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്.
നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ 4 ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നമ്മൾക്ക് നന്നായി ഒന്ന് എണ്ണ പുരട്ടി വെക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ ഒരു സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാവാൻ വെച്ചിരുന്നു. അതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ഈ 4 ബൗളും വെച്ച് കൊടുക്കാം. ഇനി ഈ ബൗളിന്റെ ഒരു 1/4 ഭാഗം നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി അടച്ച് 1 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം മൂടി വെച്ച് വേവിക്കേണ്ട, 1 മിനിറ്റ് തന്നെ ധാരാളം മതിയാവും. 1 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ഇപ്പോ മാവൊക്കെ ഏകദേശം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ചെറിയ ബൗളായതുകൊണ്ട് തന്നെ കുറച്ചേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ബൗളിനനുസരിച്ച് നിങ്ങൾക്ക് ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ബാക്കി മാവ് ഒഴിച്ച് ഈ ചിക്കൻ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഒരുപാട് നിറച്ചൊഴിക്കരുത്, കാരണം ഇത് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് തന്നെ നന്നായി പൊങ്ങി വരും. ഇനി മൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. 5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. പലഹാരമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്ത് വെക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. ഉള്ളിൽ ചിക്കനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയുമാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.